പ്യുവർ ആയിട്ടുള്ള നമ്മളെ കേരള കരിക്ക്, അതായത് ഇതിനെ ഗ്ലോബലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കരിക്ക് നമ്മൾ ലോഞ്ച് ചെയ്തത്. കരിക്ക് എന്ന് പറഞ്ഞൊരു ആശയം ഞങ്ങളൊരു 4-5 വർഷം മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻഡ് ആണ്. ഈവൻ അതിൻ്റെ ട്രേഡ് മാർക്സ് വരെ ഞങ്ങൾ അതിൻ്റെ മുന്നേ ഞാൻ ചെയ്തു വെച്ചിരുന്നു. ഈവൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ്, UAE, ഒമാൻ, എല്ലാ GCC കൺട്രീസ്, യൂറോപ്യൻ യൂണിയനിലൊക്കെ ബ്രാൻഡ് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനേക്കില്ല പ്രോപ്പറായിട്ട് ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3 months ആയിട്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് സെറ്റായി കിട്ടിയതുള്ളൂ. കാരണം 9 months ഷെൽഫ് ലൈഫ് കൊടുക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പാസുമ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു 9 months. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് ചോദിക്കുക, അപ്പോൾ എങ്ങനെ നാച്ചുറലായിട്ട് കൊടുക്കാം? അതിൽ റെട്രോട്ട് പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ റെട്രോട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് ലൈഫ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന് പ്യുവർ ആയിട്ടുള്ള നമ്മളെ കേരള കരിക്ക്, അതായത് ഇതിനെ ഗ്ലോബലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കരിക്ക് നമ്മൾ ലോഞ്ച് ചെയ്തത്. നിങ്ങൾ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സിൽ ഇതിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൽ കേരള ബ്രാൻഡ്സ് വളരെ ഫ്യൂ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പൊതുവേ അതർ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് ബ്രാൻഡ്സ്, ഇവരാണ് ഇതിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ടെൻഡർ റിലേറ്റഡ് പ്രൊഡക്ട്സ് ഒക്കെ നമ്മളെ പ്രൊഡക്റ്റാണ്. അതായത് കേരളത്തിൻ്റെ നമ്മൾ പറയുന്നത് ചക്കി മാങ്ങി തേങ്ങയൊക്കെയാണ്. ഇതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ മറ്റുള്ളവർ യൂട്ടിലൈസ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ആസ് എ ബിസിനസ്മാൻ ഞാൻ എന്നൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നു, മറ്റ് സംസ്ഥാന വൻകിട കമ്പനികളൊക്കെ ഇതിനെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? ആ ആശയത്തിൽ തന്നെയാണ് ശരിക്കും കരിക്ക് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ലുലുവിലും നെസ്റ്റോയിലും എല്ലാ മേജർ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇനിയും ഇതിനെ സ്കെയിൽ ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ നാളെ ദുബായ് പോകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പ്രൊഡക്റ്റിനെ അവൈലബിൾ ആക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ലെറ്റ്സ് സീ, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്.